എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കിഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, ഈ കിഴി റിയാക്ഷനാണ്. നമുക്ക് ഒരു സെക്കൻഡ് സിംഗിൾ കിട്ടിയിട്ടുണ്ട്. ഏതാണെന്നറിയോ? ദേവര സിനിമയുടെ സെക്കൻഡ് സിംഗിൾ. യെസ്, ഫസ്റ്റ് സിംഗിൾ വന്നായിരുന്നു, ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. അതിന് മാപ്പ് ചോദിക്കുന്നു. എന്തായാലും അതിൻ്റെ ആ ഒരു കുറവ് നമ്മളിവിടെ നികത്തുന്നതാണ്. അല്ലെങ്കിൽ റൊമാൻസ് നമുക്ക് കുറച്ച് കൂടുതൽ ഇഷ്ടമാണ്. നികത്താൻ പറ്റുമായിരിക്കും വിചാരിക്കുന്നു. എന്താണെങ്കിലും അനിരുദ്ധാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. നോക്കാം ഏത് ലെവലിലേറെ എത്തിയിട്ടുണ്ടെന്ന് അല്ലേ, ഏതിൽ നിന്നൊക്കെ എന്നുള്ളത്. അതാണ് എവിടെ നിന്നൊക്കെ കൊത്തി പറക്കിയിട്ടുണ്ടെന്ന്. എന്തായാലും നല്ല വൈബായിരിക്കും. ആള് എങ്ങനെയുണ്ട് എന്നുള്ളത് നമുക്ക് ചെയ്തു വെച്ചിരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. കൊറാട്ട്ല ശിവയാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. ജൂനിയർ NTR ആണ് നായകൻ. ജാൻവി കപൂർ ആണ് ഇതിൽ നായിക. RRR ശേഷം നായകനാവുന്ന സിനിമ അല്ലേ? അതെ, RRR ശേഷമുള്ള NTR മൂവി. ഓക്കെ, അത് തന്നെയാണ് ഇതിന്റെ ഒരു ഹൈപ്പും. അതെ, മെലഡി ചെപ്പിന്റെ ഉള്ളിൽ നിന്നൊക്കെയാണ്. ജാൻവി അയ്യോ, നല്ല വർക്കല്ലടാ, കാണാൻ നല്ലൊരു സുഖമുണ്ട്. ഓ ഏതൊക്കെ ഓക്കേ. ശില്പാറാവ് ബട്ടർഫ്ലൈ കുറെ നേരമായി അല്ലേ, എല്ലായിടത്തും കൂടെ ഉണ്ട്. ബോസ്കോ മാർട്ടിൻ വീഡിയോ കൊമ്പോ. അത് വരട്ടെ. നമ്മുടെ സൽമാൻ ഓർമ്മ സത്യം. സൽമാൻ ഖാന്റെ സ്റ്റെപ്പ്. അയ്യോ, ഇതിന്റെ ഒരു ഇതൊന്നും ഇല്ലല്ലേ, വേറൊരു വൈബിലോ പോയേക്കുന്നു. എന്നിട്ട് നല്ല ക്യൂട്ടായിട്ട് രണ്ടാളും അല്ലേ, കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. ഓക്കെ, ഇതിപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ. പ്രത്യേകിച്ചൊന്നുമില്ല, കുഴപ്പമില്ല. ഇനി ഇതിനകത്ത് കുറച്ച് ഡീറ്റെയിൽ ഒക്കെ ഇനി നാളത്തേക്കൊക്കെ അറിയാൻ പറ്റുള്ളൂ, ഏതൊക്കെ സിനിമയിലെ സംഭവങ്ങളുണ്ടെന്ന്. തുടക്കത്തില് കുറച്ച് സാധനം കിട്ടിയില്ലേ, നാളെ അത് കറക്റ്റ് ആയിട്ട് കിട്ടും. ആ സമയത്ത് ഞാനൊന്ന് സൈലന്റ് ആയി, ഓർമ്മ ഉണ്ടോ? അറിയാം. ആ സമയത്ത് ഞാൻ ചിന്തിക്കായിരുന്നു
അത് പിന്നെ ചെറിയൊരു സാദൃശ്യമൊക്കെ സ്വാഭാവികമാണ്, അത് ഏതിലും ഉണ്ടായേക്കാം. അതൊന്നും നമ്മൾ ചിന്തിക്കാൻ പാടില്ല. പക്ഷെ അല്ലാണ്ട് കുറച്ച് കൂടുതലായിട്ട് വരുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഇതൊക്കെ റിസർച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവര് നാളെ പറഞ്ഞു തരും. തീർച്ചയായും നമുക്ക് അതോർത്തൊന്നും ടെൻഷനൊന്നുമില്ല. പക്ഷെ രസമുണ്ട് കേട്ടോ കേട്ടിരിക്കാൻ. പിന്നെന്താ ഉറപ്പല്ലേ, നമ്മൾ അതിനെ കുറിച്ച് ഓർത്ത് ബുദ്ധിമുട്ടേണ്ട ആവശ്യമേ ഇല്ല. അതാ പറഞ്ഞ അതിനെ കുറിച്ച് മാത്രം റിസർച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവരതെടുത്തിട്ട് കൊണ്ടുവരും. എന്തായാലും വലിയ തെറ്റില്ല, എന്നാൽ വലിയ സംഭവമായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. അതിന്റെ ഇടയ്ക്ക് നീ പറഞ്ഞ സത്യമാണ്, അനിരുദ്ധിന്റെ ഒരു സ്റ്റൈൽ എന്ന് പറയാൻ മാത്രം ഒന്നും കേൾക്കാനില്ല. അതിന് അനിരുദ്ധിന് സ്പെഷ്യൽ സ്റ്റൈലൊന്നും ഇല്ലല്ലോ. പക്ഷെ ആള് എന്തെങ്കിലും സാധനം പിടിച്ചു കഴിഞ്ഞാൽ അത് ട്രെൻഡ് ആയിരിക്കും. അതൊരു സത്യം. അതിനുള്ളതുണ്ടോ എന്നൊരു സംശയം. അതിലേക്കൊന്നും എത്തില്ല. ഫസ്റ്റ് സിംഗിൾ നല്ല ട്രെൻഡിങ് ആയിരുന്നു, വേറെ ലെവലല്ലേ. അതിന് ഏതൊക്കെ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാലും അത് വേറെ ലെവലായി കളഞ്ഞു. വേറെ കാര്യമുണ്ട്, അത് ഇപ്പൊ നമ്മള് അതിന്റെ ഇപ്പൊ ബാഡ് ആസ്മ നമുക്ക് ഫീൽ ചെയ്യെങ്കിലും അത് ആദ്യം സമയങ്ങളിൽ കുറച്ച് സമയങ്ങളിൽ ഉള്ളായിരുന്നു. അത് മറന്നിട്ട് ഇപ്പൊ ദേവരയുടേത് അത് ദേവര സോങ് എന്നുള്ള രീതിയിൽ തന്നെ ഫീൽ ചെയ്തു. സ്പെഷ്യൽ ദേവര സോങ് തന്നെ ആയിട്ട് തോന്നുന്നുണ്ട്. അത് കുറച്ച് കഴിഞ്ഞിട്ട് അത് നമ്മള് മറക്കുകയാണ്. ഇത് ഇന്ന സോങ്ങിലേതിൽ നിന്ന് ഇത്രയൊക്കെ എടുത്തിട്ടുണ്ടല്ലോ എന്നുള്ളതൊക്കെ നമ്മൾ മറന്നു പോവാണ്. പിന്നെ അഡ്ജസ്റ്റ് ചെയ്തും പോകും. എടുത്ത് അത് പോട്ടെ, കാണാം, ഇനി അതായിട്ട് തന്നെ കാണാന്ന് വിചാരിച്ചു കാണാം. അതുകൊണ്ട് എന്താണെങ്കിലും കൊള്ളാം, തരക്കേടില്ലാത്തൊരു സോങ് ആണ്. ഇനി കൊള്ളാം, തരക്കേടില്ല, അത്രേ ഉള്ളൂ. പിന്നെന്താ ചിരിക്കാനുണ്ട്, പോളിന്ന് പറഞ്ഞില്ലേ, അതേപോലെ തന്നെ. എന്താണെങ്കിലും ഞങ്ങൾ പോവാണ്, മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ. മാർട്ടിന്റെ ട്രെയിലർ ഉണ്ട് കേട്ടോ, മാർട്ടിന്റെ ട്രെയിലറുമായിട്ട് വരാം. അതാണ് ഇനി അടുത്തത്, 6 മണിക്ക് അല്ലേ, 5:55. ഓക്കെ. ഓർമ്മ സത്യം, സൽമാന്റെ അയ്യോ ഇതിന്റെ ഒരു ഇതൊന്നും ഇല്ലല്ലേ, വേറൊരു വൈബിലോ പോയേക്കുന്നു. എന്നിട്ട് നല്ല ക്യൂട്ടായിട്ട് രണ്ടാളും അല്ലേ, കാണാൻ നല്ല ഭംഗിയായിരുന്നു.